ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിൽ കൂടി പഠിക്കാൻ പോകുന്നൊരു ഫംഗ്ഷൻ എക്സലിലെ വളരെ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. വളരെ ഉപയോഗമുള്ളതാണ്, ഡെയിലി യൂസിന് ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഡെയിലി യൂസിന് ആവശ്യമുള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ്റെ ഇതെന്ന് വെച്ചാൽ ഇന്നത്തെ ഫംഗ്ഷൻ നമുക്കൊരു ഡെസിമൽ വാല്യൂ കിട്ടുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ 4.9234 അങ്ങനെ വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ കിട്ടിയാൽ അത് ഞാൻ റൗണ്ട് ചെയ്യാമെന്ന് പറയും. റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നമുക്ക് മാനുവലി റൗണ്ട് ചെയ്യാം, പക്ഷേ നമുക്ക് കുറേ ഡാറ്റ ഉള്ളപ്പോൾ മാനുവലി റൗണ്ട് ചെയ്യുന്നത് നമുക്കത് പ്രായോഗികമല്ല. അപ്പോൾ അതിന് നമ്മൾ എക്സൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ ഫംഗ്ഷൻ്റെ പേരാണ് റൗണ്ട് ഫംഗ്ഷൻ. ഇതുണ്ടോ, റൗണ്ട്, ഇതാണ് ഫംഗ്ഷൻ്റെ പേര്, റൗണ്ട് ഫംഗ്ഷൻ. അപ്പോൾ ഈ റൗണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഡാറ്റ എൻ്റർ ചെയ്യാം, കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്യാം. കൂട്ടത്തിൽ റൗണ്ടഡ് വാല്യൂ വാല്യൂസ് നമുക്ക് 71.85, 62, 58.1712, 23.1258, ഓക്കെ, 55.6, ഓക്കെ, ഇത്ര മതിയാവും. ഓക്കെ, നമുക്കൊരു റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ വാല്യൂസിൻ്റെ ഇത്രയും വാല്യൂസിൻ്റെ റൗണ്ടഡ് വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റൗണ്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ് വെച്ചാൽ ആസ് യൂഷ്വൽ നമുക്ക് ഈക്വൽ സൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. റൗണ്ട് ഫംഗ്ഷൻ എൻ്റർ ചെയ്യുക, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, നമുക്ക് ഏത് നമ്പറാണ് റൗണ്ട് ചെയ്യേണ്ടത്? നമുക്കിപ്പം ഫസ്റ്റ് നമുക്ക് സെൽ ഇയിലുള്ള തേർഡ് സെല്ലാണ് E3, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ കോമ, ഇനി എത്ര നമ്പർ വരെ നമുക്ക് റൗണ്ട് ചെയ്യണം? ഇവിടെ ഞാനൊരു 2 നമ്പർ വരെ ഞാൻ റൗണ്ട് ചെയ്യാൻ പോവാം. ഓക്കെ, 2 ഡിജിറ്റ്സ് വരെ റൗണ്ട് ചെയ്യണം. അപ്പം ഞാൻ 2 എൻ്റർ ചെയ്തു, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് റൗണ്ടഡ് വാല്യൂ കിട്ടി. 71.356ൻ്റെ റൗണ്ടഡ് വാല്യൂ 71.36 ഇല്ലേ? അപ്പോൾ താഴോട്ടുള്ള വാല്യൂസിൻ്റെ നമുക്ക് റൗണ്ടഡ് വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഫോർമുല താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. സെൽ ഡ്രാഗ് ചെയ്യാൻ നേരത്തുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ റൗണ്ടഡ് വാല്യൂ കിട്ടും. 68.1712ൻ്റെ 68.17, 73.12ൻ്റെ 73.13, 55.69ൻ്റെ 55.69. ഓക്കെ, അതുപോലെ നമുക്ക് ഈ വാല്യൂസ് വേണ്ടി ചേഞ്ച് ചെയ്യും. ഇപ്പം എനിക്ക് ഒരു ഡിജിറ്റ് വരെ റൗണ്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ വാല്യൂ ഇവിടെ ഈ 2 എന്നുള്ള വാല്യൂ മാറ്റി 1 കൊടുക്കും. 1 കൊടുത്താൽ എനിക്ക് ഒരു ഡിജിറ്റ് വരെ റൗണ്ട് ചെയ്ത് കിട്ടും. കണ്ടോ, 71.3562നെ റൗണ്ട് ചെയ്ത് 71.4 എന്നാക്കി. അതുപോലെ തന്നെ നമുക്ക് താഴോട്ടുള്ള ഡാറ്റ മൊത്തം റൗണ്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പം വളരെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടും. വലിയ ഇതിപ്പം ചില കേസൊക്കെ നമുക്ക് 71.3562125 അങ്ങനെ വലിയ ലെങ്തി ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ കിട്ടും. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് റൗണ്ട് ചെയ്യാം വാല്യൂസിനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും ഈ ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ടിപ്പ്, എക്സൽ ടിപ്പ്. ഓക്കെ, റൗണ്ടഡ് ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു, ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടി തന്നെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. കാരണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇനി പുതിയ വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.